Hey guys, welcome back. പുതിയൊരു ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്കറിയാം ഏതാണെന്ന്. മോസ്റ്റ് അവൈറ്റഡ് മൂവിയുടെ ഒരു ട്രെയിലറാണ്. ലാലേട്ടന്റെ ആണ്. അതെ, എമ്പുരാൻ. അതെ, അപ്പൊ നമുക്ക് ട്രെയിലറിലേക്ക് പോവാം. ഫുൾ സസ്പെൻസ് ആണെന്നാണ് നമുക്ക് ഓൾ ഓവർ കിട്ടിയൊരു ഇത്. ഫുള്ളി സസ്പെൻസ് ആയിരിക്കും. ട്രെയിലർ ഇറങ്ങിയത് പോലും അങ്ങനെ അറിഞ്ഞില്ല. രാത്രിയിലേക്ക് പറയാതൊക്കെ ഇറങ്ങി. അതാ നമുക്ക് നോക്കാം. ലൈക്ക് എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണ്? അവരാണ് എന്റെ മക്കൾ. ആശീർവാദ് മൂവീസ് ആണ് ലാസ്റ്റ് കൈത്താനായിട്ട് വന്നതാണ്. ഈ സംസ്ഥാനത്തിനെ നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എല്ലാവരും കണ്ടിരിക്കുന്നുണ്ടല്ലോ, എല്ലാവരും ഉണ്ട്. പറഞ്ഞ കാസ്റ്റിങ്ങിനെല്ലാം ഉണ്ട്. ഓ, കാസ്റ്റിംഗ് ഉണ്ടായിരുന്നല്ലോ, കാസ്റ്റിംഗ് ലിസ്റ്റില്. പൊളിറ്റിക്കലാണ്. മഞ്ജുവാര്യന്റെ സെക്കൻഡിൽ നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞില്ല, നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. ഗൈസ് ഉണ്ട്. കുറവാണോ? അതാണ് ഗൈസ് ഞങ്ങൾ നോക്കുന്ന ഗൈസ് അതായിരുന്നു. സ്റ്റീഫൻ, where is he now? Ma'am, you are going live. 5, 4, 3. Oh, end. Last. ആ പയ്യന്റെ കാണിക്കുന്ന അതാ പൃഥ്വിരാജിന്റെ ചെറിയ ഫോട്ടോ ഉണ്ട്. അത്രേ ഉള്ളൊരിത് പോയി ഗൈസ്. ഇപ്പൊ അതിന് മേളിലായി കിട്ടില്ല. സനി ഈപ്പനില്ലേ? എല്ലാരും സർപ്രൈസ് ആക്കുക, സസ്പെൻസ് ആക്കുക. മോനെ കണ്ണാണ്, കണ്ണിന് വരെ ഒരു പ്രത്യേകത. ഇന്റർനാഷണൽ കളികളാണ്. ചെറുത്താനാണ് ഗൈസ് ഹൈലൈറ്റ്. ചെറുത്താൻ അതിന്റെ ഹെലികോപ്റ്ററിലും ഗണ്ണിലും ഒക്കെ ലോഗോ വരുന്നുണ്ട്. KA ഖുറേഷി ഇബ്രാഹിമിന്റെ. മോഹൻലാൽ ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വെയിറ്റിംഗ്. ഇന്ദ്രജിത്തും ടൈമിൽ വന്ന് വാടാ. മോഹൻലാലിന്റെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചർ എന്താണെന്ന് ഇൻഡസ്ട്രി ഗൈസ്. അണ്ണൻ വെടിവിട്ടൊരു കളിയിലെ ആ വണ്ടി ഉണ്ടോ? സ്റ്റീഫൻ വണ്ടി തിരിച്ചു വരുന്നുണ്ട് സ്റ്റീഫൻ. കൊള്ളാലേ? എന്തുകൂടെ ചെയ്ത് വെച്ചേക്കുന്നേ. എമ്പുരാൻ സസ്പീഷ്യസ് ആയിട്ട് എന്തൊക്കെ ഉണ്ട്. മുരളി ഗോപി. ലുക്കേ മുരളി ഗോപി മോഹൻലാലിന്റെ ഇതൊക്കെ തിയേറ്ററിൽ മോനെ കാണണം. ഇങ്ങനെ കിടിലുമായിരിക്കും. ഡയറക്ഷൻ രക്ഷയില്ല ഗൈസ്. ഫാൻ ബോയ്, കട്ട ഫാൻ ബോയ് ആണ്. നല്ല രസമുണ്ടല്ലേ? നല്ല ചെയ്തിട്ടുണ്ട്. പറയാനൊന്നുമില്ല ഗൈസ്. പറയാനെന്ന് വെച്ചാൽ പുള്ളി ഒന്നും പറയാൻ തന്നിട്ടില്ല ഗൈസ്. പുള്ളി ഒന്നും തന്നിട്ടില്ല. എടുത്ത് പറയാനൊന്നുമില്ല ഗൈസ്. അതാ ഗൈസ്, നമ്മൾ യൂസിഫർ കണ്ട സസ്പെൻസും സർപ്രൈസും അതിലും മികച്ച, അതിലും എന്തോ പറയാനില്ല ഗൈസ്. അതിൽ എന്തൊക്കെയോ നമ്മളിത് കാണും. പക്ഷെ കട്ട വെയിറ്റിംഗ് ആണ് ഗൈസ്. അവൈറ്റഡ് മൂവിയാണ്. കാരണം കുറെ ആൾക്കാർ ഇങ്ങനെ ഹൈപ്പ് ചെയ്ത് വെച്ചിരുന്ന സിനിമ ഇത്. ട്രെയിലർ ആയാലും എന്തോ ആയാലും
ഫസ്റ്റ് പാർട്ട് ഭയങ്കര ഹിറ്റ് അല്ലായിരുന്നു, ഇൻഡസ്ട്രി ഹിറ്റ് ആയിരുന്നു അത്. അതാ. അതുകൊണ്ട് ഇത് തന്നെ അതേപോലെ വെയിറ്റിംഗ് ആയി. കാരണം ആരാ ഒരു ഫാൻ ബോയ് എടുത്ത് വെച്ചേക്കുന്ന ഒരു സാധനം അത്. അതാ മാക്സിമം അറിയാം മോഹൻലാലിനെ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ്. അതാ എവിടെ കിട്ടി എന്താ പുള്ളിയെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയണം. അത് നല്ല ഡയറക്ടേഴ്സ് കിട്ടിയപ്പോഴാണ് സത്യത്തിൽ ഒരുപാട് പടങ്ങൾ സത്യം പറഞ്ഞാൽ ഫ്ലോപ്പ് ആയിട്ടുണ്ട് മോഹൻലാൽ ഈയിടെ അടിപ്പിച്ചു. പക്ഷെ ഇതെനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര ഫാൻസുകാർക്കെല്ലാം ഭയങ്കര ഇതായിരിക്കും, ഭയങ്കര തിരിച്ചു. കട്ട തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. ഒരിക്കലും നിങ്ങൾ വാശി കഴിക്കരുത്. കട്ട തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു സിനിമയിൽ ഫാൻ ബേസ് നോക്കിയിട്ട് കാര്യമില്ല. കാരണം മോഹൻലാൽ ഫാൻസ് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഇത് അങ്ങനെ ഒരു മൂവിയാണ്, നമ്മൾ കണ്ടിരിക്കുന്ന ഒരു മൂവി. അപ്പം മാർച്ച് 27-നാണ് സിനിമ റിലീസ് ആവുന്നത്. അപ്പം ഐമാക്സ് നമുക്ക് ഫസ്റ്റ് പോയി കാണാൻ പറ്റില്ല, ഫാൻസിന്റെ തിരക്കും ബഹളമൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, പോയി കാണുക. ഐമാക്സിലാണ് റിലീസ് ആവുന്നത്. ഞങ്ങൾ സിനിമ കണ്ടിട്ട് ഉറപ്പായിട്ട് അടുത്ത എന്തായാലും നിങ്ങൾക്ക് റിവ്യൂ തരുന്നതായിരിക്കും. നിങ്ങളും കണ്ടിട്ട് അതിന്റെ റിവ്യൂസ് കമന്റ് ചെയ്യുക. കട്ട വെയിറ്റിംഗ് പറഞ്ഞ ആ കാസ്റ്റിംഗ് ആണ് ഗൈസ്. ആ കാസ്റ്റിംഗ് ആരായിരിക്കും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി ആയിട്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങളുടെ ഒപ്പീനിയനെ ഞങ്ങളെ അറിയിക്കുക. കമന്റ് ചെയ്യുക. കാണാൻ പോകുന്ന ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. സിനിമയല്ല, പോകുന്ന ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ. ഷോർട്സ് അതുകൊണ്ട് സബ്സ്ക്രൈബ് ഒരു വില്ലനെ നമുക്ക് ബാക്ക് മാത്രമേ കാണിച്ചുള്ളൂ, ഒരു ലോഗോ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആരൊക്കെയും എന്തായാലും പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സ് നമുക്ക് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. എന്തും പറയാം, എന്തും വിളിച്ചു പറഞ്ഞു. നമ്മുടെ വീഡിയോക്ക് എന്തെങ്കിലും കണ്ടന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. വീഡിയോക്ക് എന്തെങ്കിലും നമ്മളെല്ലാം റിയാക്ട് ചെയ്യുന്നതാണ്. നെഗറ്റീവ്സ് എന്തെങ്കിലും ഉണ്ട് അത് നിങ്ങൾ കമന്റ് ചെയ്യാം. കാരണം നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. മൂന്നാമത്തെ റിയാക്ഷൻ വീഡിയോ ആണ് ഇത്. ആരും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. ശരി, ഒരുപാട് ഫോളോവേഴ്സ് ആയിട്ട് ചെയ്യാന്ന് പറയുന്നത് ഇപ്പോഴേ നിങ്ങൾ ചെയ്യുക. തുടക്കം മുതലേ നമ്മുടെ ഒരു ക്ലബിലാണ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കയറി വരാം. ഞങ്ങളുടെ ആരെങ്കിലും ഫാൻസ് ആണെങ്കിൽ നിങ്ങൾ അതും കമന്റ് ചെയ്യുക. Okay, let's wind up.